കേരളത്തിലെ യാത്രക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു മാറ്റമാണ് പാലക്കാട് ഡിവിഷന്റെ വിഭജനത്തിലൂടെ ഉണ്ടാവാൻ പോകുന്നത്. മാംഗ്ലൂർ മേഖല മൈസൂരു ഡിവിഷനിലേക്ക് മാറുന്നതോടെ കേരളത്തിലെ ജനങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന പരശുറാം, ഏറനാട്, മാവേലി, മലബാർ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളുടെ നിയന്ത്രണം മറ്റൊരു ഡിവിഷനിലേക്ക് മാറും. വന്ദേ ഭാരത് ഉൾപ്പെടെ 16 ട്രെയിനുകൾ ഇതിന്റെ പരിധിയിൽ വരും. ട്രെയിനുകളുടെ സമയക്രമം, സർവീസുകളുടെ പുനഃക്രമീകരണം, പ്രത്യേക സർവീസുകൾ എന്നീ വിഷയങ്ങളിൽ ഭാവിയിൽ കേരളത്തിലെ യാത്രക്കാരുടെ ആവശ്യങ്ങൾ എത്രത്തോളം പരിഗണിക്കുമെന്ന ചോദ്യവും ഉയരുകയാണ്. യാത്രക്കാരെ ഇത്രയധികം വ്യാപകമായി ബാധിക്കുന്ന വിഷയത്തിൽ കേരളത്തിന്റെ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാകുമെന്ന വിഷയവും നിർണായകമാണ്. കേരളത്തിനെ ബാധിക്കുന്നത് ഇവിടുത്തെ തൊഴിൽ മേഖലയെ വളരെ ശക്തമായ രീതിയിൽ തന്നെ തൊഴിൽ മേഖലയെ ബാധിക്കുന്നത് കേരളത്തിലുള്ള തൊഴിലെതിരായ ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടും. കാരണം ഇത് കേരളത്തിൻ്റെ അണ്ടറിലായിരുന്നത് നേരെ കർണാടകത്തിലോട്ട് പോകും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ പോകുന്നത് കേരളത്തിലെ ചെറുപ്പക്കാർക്കായിരിക്കും. പാലക്കാട് ഡിവിഷന് കിട്ടേണ്ടിരുന്ന വരുമാനം പൂർണ്ണമായിട്ടും മൈസൂർ ഡിവിഷനിലോട്ട് മാറും. സമയക്രമം മാറുമെങ്കിൽ ഒരുപാട് പേരെ ബാധിക്കും. കാരണം ഇവിടുന്ന് രാവിലെ നമ്മൾ ഏറനാട് പോകുന്നത് 3:15 അത് മാറിക്കഴിഞ്ഞാൽ കാരണം അതിനകത്ത് കയറി എറണാകുളത്ത് 8 മണിക്ക് എത്താം. എറണാകുളത്ത് 8 മണിക്ക് എത്താൻ പറ്റും. അതിൽ കയറി കഴിഞ്ഞാൽ അതിന് കണക്കാക്കി ജോലിക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്. അതിന്റെ സമയം മാറിയാൽ ചില 1 മണിക്കൂർ ലേറ്റ് ആയാൽ വീണ്ടും പാടും, 1 മണിക്കൂർ നേരത്തെ ആയാൽ അതും പാടും. സമയം മാറിക്കഴിഞ്ഞാൽ ഇവിടുന്ന് തിരുവനന്തപുരത്ത് വന്ന കാര്യം ഞാൻ പറഞ്ഞത്, വേണാട് വരുന്നത് 5 രൂപയാണ് വേണാട് പോകുന്നത്. 9:30 തൃപ്പൂണിത്തുറ എത്തും. അപ്പോൾ അവിടെ ജോലിക്ക് കാക്കനാടും ബാക്കിയുള്ളവർക്ക് ജോലിക്ക് പോകുന്നവർക്ക് അവിടെ ഇറങ്ങി പോകുന്നവരാണ് കൂടുതലും വേണാടിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ സമയം മാറിയാലും ബുദ്ധിമുട്ടാവും. ട്രെയിനിനെ ആശ്രയിച്ച് പോകുന്ന ട്രെയിൻ യാത്രക്കാർ മാത്രമല്ല, നമ്മൾ ഓട്ടോക്കാരും ട്രെയിനിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരുന്നവർ ഓട്ടോയിൽ വരാറുണ്ട്, ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നവർ ഓട്ടോയിൽ വരാറുണ്ടല്ലോ. അതുവരെ നമ്മൾ ട്രെയിൻ യാത്രക്കാർ മാത്രമല്ല, ട്രെയിനിന്റെ മാറ്റം വരുന്നതനുസരിച്ച് മൊത്തത്തിൽ എല്ലാവർക്കും മാറും. അവരുടെ കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ട്രെയിനിന് റെയിൽവേ സ്റ്റേഷനിലായിരുന്നാലും പുറത്തായിരുന്നാലും കച്ചവടക്കാർക്ക്, ടാക്സി ഡ്രൈവർമാർക്ക്, ഓട്ടോ ഡ്രൈവർമാർക്ക് അവർക്കെല്ലാം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. ഓൾറെഡി അത് പകുതിയായി മാറിയല്ലേ, ഹാഫായി മാറിയാണ്. അപ്പോൾ ആ ഹാഫിന്റെ ഒരു ദോഷം എന്തായാലും കേരളത്തിനുണ്ടാവും. പിന്നെ ഒരുപാട് അവിടെ നിർമ്മിക്കുന്ന യൂണിറ്റ് ഉണ്ടായിരുന്നല്ലേ, ആ യൂണിറ്റ് ഓട്ടോമാറ്റിക് ലാസ്റ്റ് അവർ മൊത്തത്തിൽ അവർ അത് ഇവിടെ നിന്ന് കളയും. ഈ സംസ്ഥാനത്തിൽ നിന്ന് പോയിട്ട് കർണാടകയിലേക്ക് മാറില്ലേ, അതിന്റെ ദൂഷ്യഫലം കേരളത്തിൽ എന്തായാലും ഉണ്ടാവും. അതല്ല, കേരളത്തിലും പൊതുവെ നഷ്ടത്തിലേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും കേരളം. ഇതിന് ഇപ്പൊ കേരളത്തിന് സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. ഒരുപാട് ചെറുപ്പക്കാരുടെ അല്ലാതെ തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടും. ഇങ്ങനെ പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അരാജകത്വം തന്നെയാണ്. അത് കേരള സർക്കാരിന് വലിയ വിഷമങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ MP-മാർ പറയുന്നത് കേട്ടു, അവർ സ്ട്രൈക്കൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇത് ശരിക്കും ഇത്തരത്തിലുള്ള നടപടി ശരിക്കും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ശരിക്കും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. യാത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ട്, അത് തീർച്ചയായും ശരിയാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന അവരെയാണ്. ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ച് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ശരിക്കും അവർക്ക് വലിയൊരു ദുരന്തം തന്നെയാണ് ഇവർ ഈ ഇത്തരം തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. മംഗലാപുര ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ വരുമാനത്തെയും നമ്മുടെ കേരളത്തെയും ബാധിക്കുന്ന സംഭവമാണ്. യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടിലായി പോകും. അതുകൊണ്ട് ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. അത് ശക്തമായി നമ്മൾ പ്രതികരിക്കണം. അതുകൊണ്ട് നമുക്ക് അനുകൂലമാക്കി അത് എടുക്കണം. അതുകൊണ്ട് എല്ലാവരും അതിന് പ്രതികരിച്ചാൽ മതിയാവും. ഇപ്പോഴത്തെ ഈ തീരുമാനം നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തികമായും നമ്മുടെ യാത്രക്കാർക്കും ഭയങ്കര ദുരിതത്തിലാകുന്ന ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് ഇത് ശക്തമായി പ്രതികരിച്ച് ഇതിനെ പിൻവലിപ്പിച്ചിട്ടേ മതിയാവും. എല്ലാവരും ശക്തമായി അതിനെതിരെ പ്രതികരിക്കണം. പറയാനുണ്ടെങ്കിൽ കറക്റ്റ് കാര്യമാണ്. ഇപ്പം മൈസൂറിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാട് ഡിവിഷനിൽ നേരത്തെ ഉണ്ടായ സെക്ഷനാണ് ഇവർ അങ്ങോട്ട് മാറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിനോട്ടുള്ള റെയിൽവേയുടെ വരുമാനത്തിന് ഒരു കുറവ് സംഭവിക്കാം. അതുപോലെ പുതിയ എന്തെങ്കിലും കോച്ച് എന്തെങ്കിലും അതുപോലെ ട്രെയിൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവർക്കായിരിക്കും മുൻഗണന. കാരണം നമുക്ക് അതിന് ഇൻകം കേരളത്തിൽ നിന്നും കിട്ടുന്നില്ല. എങ്കിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ളത് കേരളത്തിലാണ്. അപ്പോൾ ഞാനിപ്പോൾ കൊല്ലത്ത് നിന്നും വന്ന ട്രെയിൻ ഞാൻ ഓർക്കുന്നില്ല എന്തോ അത് ഞാൻ വന്ന ട്രെയിൻ ഏതായിരുന്നു, അനന്തപുരി എക്സ്പ്രസ്. അതിനകത്ത് കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതായത് സൂചി കുത്താൻ ഇടവില്ല എന്ന് പറയുന്ന പോലെയാണ്. അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ കുറേ പേർ ഇറങ്ങിയെങ്കിലും വീണ്ടും അതിൻ്റെ ഇരട്ടിയാണ് ആൾക്കാരുണ്ട്. അപ്പോൾ ഓണ സീസണ് പോലുള്ള ക്രിസ്മസ് ഇങ്ങനെയുള്ള സീസണിലൊക്കെ കൂടുതൽ ട്രെയിൻ ഇടാൻ കൂടെ നമ്മുടെ ഗവൺമെൻറ്റും കൂടെ സെൻട്രൽ ഗവൺമെൻറ് എടുത്ത് പറഞ്ഞ് റെഡിയാക്കണമെന്നാണ് ഞങ്ങളുടെ പോലുള്ളവരുടെ അഭിപ്രായം. അങ്ങനെ ആകുമ്പോൾ യാത്രാ ക്ലേശങ്ങൾ ഒരുപാട് കുറയും. ആളുകൾക്ക് സുഗമമായിരുന്ന് യാത്ര ചെയ്ത് വരാൻ എല്ലാ റെയിൽവേനെ തന്നെ ആശ്രയിക്കും. അതിൽ റെയിൽവേക്കാണെങ്കിൽ ചെറിയ ഇതുള്ള വരുമാനമുള്ള ചെറിയ പൈസയുള്ള ട്രാവൽ എക്സ്പെൻസ്. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ റെയിൽവേനാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ റെയിൽവേക്ക് കൂടുതൽ കോച്ച് കേരളത്തിലോട്ട് അനുവദിക്കുക. പാലക്കാട് തന്നെ ഡിവിഷൻ വീണ്ടും പഴയതുപോലെ കൊണ്ടുവരിക. കോച്ച് ഫാക്ടറി കേരളത്തിൽ തന്നെ പാലക്കാട്
ഡിവിഷനിലോ തുടങ്ങുന്നതായിരിക്കും ബെറ്റർ. കേരളത്തിന്റെ റെയിൽവേ വികസന സാധ്യതകൾ തന്നെ പ്രതിസന്ധിയിലാകുന്ന ഈ വിഷയത്തിൽ റെയിൽ ഉപയോക്താക്കളുടെ സംഘടനാ പ്രതിനിധി CE ചാക്കുണ്ണി പ്രതികരിക്കുന്നു. കേരളത്തിലെ തീവണ്ടി യാത്രക്കാർ, പ്രത്യേകിച്ച് മലബാറില്, ഏറെ ദുരിതം സാധാരണ ദിവസങ്ങളിലും ആഘോഷ അവധികളിലും ഒരുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇടിച്ചു വീഴുന്ന മാതിരിയാണ് നമ്മള് പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്ന വാർത്ത അറിഞ്ഞത്. ആദ്യമായല്ല പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്നത്. സേലം ഡിവിഷൻ രൂപീകരിച്ചത് 600ഓളം കിലോമീറ്റർ പാലക്കാട് ഡിവിഷന് അടർത്തിയെടുത്താണ്. 600 കിലോമീറ്റർ ദൈർഘ്യം ഒരു ഡിവിഷന് വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് പാലക്കാട് ഡിവിഷൻ കൂടി പോവുകയാണെങ്കിലും, വരുമാനം ഏറ്റവും ഡിവിഷൻ പോവുകയാണെങ്കിലും കേരളം ഒരു ഡിവിഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ വരും. ഇതേ മാതൃകയിൽ തിരുവനന്തപുരം ഡിവിഷനിൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്ന നാഗർകോവിൽ ഉൾപ്പെടെയുള്ള ഭാഗം വെട്ടിമുറിച്ച് മധുര ഡിവിഷൻ ചേർക്കണമെന്ന ആവശ്യം നിലനിൽക്കുകയാണ്. ഒടുവിൽ ഡിവിഷനില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറും. അത് സമഗ്ര വികസന റെയിൽവേ സമഗ്ര വികസനം അത് പ്രതികൂലമായി ബാധിക്കും. ഈ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ മുഖ്യമന്ത്രി നേതൃത്വം നൽകി രാഷ്ട്രീയ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ കേരളം ഡിവിഷനില്ലാത്ത സംസ്ഥാനമായിരിക്കുന്നത് മാത്രമല്ല, അത് തീവണ്ടി ഉപയോക്താക്കളെ ഒരുപോലെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഒരു ഡിവിഷന്റെ അതിർത്തി മാറുന്നു എന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. കേരളത്തിലെ സാധാരണ ട്രെയിൻ യാത്രക്കാരുടെ ദൈനംദിന യാത്രയെയും കേരളത്തിലെ റെയിൽവേയുടെ ഭാവി വികസനത്തെയും ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ്.